അല്ല ഫെലിക്സ് ചേട്ടാ, ഇപ്പൊ ജിമ്മിലൊന്നും കാണാറില്ലല്ലോ. ഇന്നിപ്പോ എവിടെ പോയുള്ള വരവാ? ഹലോ ഗൈസ്, അങ്ങനെ ബസൂക്ക കണ്ടിറങ്ങിയിരിക്കുകയാണ്. ബസ്സിൽ ഇരുന്ന് പറയുന്ന സിനിമ ആയതുകൊണ്ടാണോ ബസൂക്ക എന്ന് പേരിട്ടത്? ബസ് പ്ലസ് മമ്മൂക്ക. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു എന്നാണെങ്കിലും സഹിച്ചിരുന്ന് കണ്ട എനിക്ക് ഞാൻ ആദ്യമായ അനുമോദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. പടം കൂതറയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂതറ എന്ന് ഞാൻ പറയില്ല, അത്ര തറയല്ല. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാരഥൻ അഭിനയിക്കുന്നു എന്നുള്ളത് കൊണ്ടും, പക്ഷെ സാധനം കഥയും തീമും എല്ലാം ടൊവിനോയ്ക്ക് വേണ്ടി ഉള്ളതായതുകൊണ്ടും ഉണ്ടായ ഒരു കല്ലുകടി നിങ്ങൾക്ക് ഇതിന്റെ ഉടനീളം അനുഭവപ്പെടും. ഫസ്റ്റ് ഹാഫ് മോശമാണെന്ന് ഇപ്പൊ ഓൾറെഡി എല്ലായിടത്തും റിവ്യൂ വന്നു കഴിഞ്ഞല്ലോ. അത് ഇനി എടുത്ത് പറയേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഹാഫ് മോശം തന്നെയാണ്, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫിൽ 2 തവണ ഉറങ്ങിപ്പോയി ഞാൻ. അത് ഒരെണ്ണം കട്ട ആക്ഷൻ സീക്വൻസിനിടയ്ക്ക് ഇന്റർമിഷന് തൊട്ട് മുമ്പ് അവിടെയും പോയി നടക്കുകയാണ്. പക്ഷെ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മുടെ കഷ്ടമായി പോയല്ലോ എന്നോർത്തങ്ങ് ഉറങ്ങിപ്പോവും. അതാണ് അവസ്ഥ. ഫസ്റ്റ് ഹാഫ് വളരെ മോശമാണ്. അത് മമ്മൂട്ടി ഫാനിന്റെ കൂട്ടത്തിലാണ് ഞാൻ സിനിമ കണ്ടത്. അവൻ പോലും നിഷേധിക്കരുത്, ഫസ്റ്റ് ഹാഫിനകത്ത് പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാനില്ല. ഒരു ഷെർലക് ഹോംസ് പരുവത്തിലോട്ട് എത്താൻ ശ്രമിക്കുന്ന ഒരു ഫോറൻസിക് എക്സ്പേർട്ട് ആണ് ജോൺ സീസർ എന്ന് പറയപ്പെടുന്ന മമ്മൂട്ടി. മമ്മൂട്ടിക്ക് ഇത് ഒത്തിരി പേരുകളുണ്ട് കേട്ടോ, അങ്ങനെ ഇവിടെ പറഞ്ഞേക്കാം. നിങ്ങൾ മമ്മൂട്ടിയെ ഒരാളായി മാത്രം കാണരുത്. മമ്മൂട്ടി ഈസ് എ ലെജൻഡ്. പുള്ളി ഇല്ല, ഞാൻ അങ്ങനെ കളിയാക്കത്തില്ല. ഏത് നസീറിന്റെ ചുണ്ടിന്റെ മുകൾ ഭാഗത്തൊരു മറുകിട്ട് കൊടുത്തും ആ അണ്ണന്റെ പേര് ബിജു എന്നല്ലേ, മറുകില്ലാത്ത അണ്ണന്റെ പേര് ശശി എന്നല്ലേ എന്ന് പറയുന്ന പോലത്തെ ടൈപ്പിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷെ സ്പോയിലർ പറയാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ബട്ട് മമ്മൂട്ടി ഈസ് സംതിങ് ഡിഫറെന്റ്. ഫസ്റ്റ് ഹാഫിൽ മൊത്തം നമ്മളിങ്ങനെ താടിക്ക് കൈ കൊടുത്ത് കണ്ടിരിക്കും എന്തോന്നീ കാണിക്കുന്നത്. ഭീഷ്മപൂർവത്തിലെ മമ്മൂട്ടിയെ മുണ്ട് മാറ്റിയിട്ട് ജീൻസ് ഇടിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇവിടെ നടത്തുന്നു. കണ്ണാടി വെക്കുന്നു, ബുദ്ധിജീവി ചമയുന്നു, മമ്മൂട്ടി ഭയങ്കര കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. ഒന്നാമതെ ഈ 2K കിഡ്സിന്റെ കഥയ്ക്കകത്ത കാര്യമാണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ വർഷം. ഗെയിമിംഗ് വേൾഡിനകത്തെ കുറ്റകൃത്യങ്ങളാണ് സംഭവം. എല്ലായിടത്തും ഈ ക്രൈം പോലീസിനെ ഉൾപ്പെടെ ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ പബ്ലിക് ആയിട്ടാണ് നടക്കുന്നത്. എങ്ങനെ അത് ചെയ്യുന്നു? അപ്പം ഇവര് ചെയ്യുന്ന മോഡസ് ഓപ്പറാൻഡികൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഭയങ്കര ക്വിക്കായിട്ടുള്ള മൂവ്മെന്റ്സ്, ഭയങ്കര അളന്നു കുറിച്ച് പോലത്തെ പ്ലാനുകൾ. എങ്ങനെ ഈ വന്നു കയറുന്ന 3-4 ക്രിമിനൽസ് പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നു. അപ്പം ഓരോ ക്രൈമിന് മുമ്പ് പോലീസ് മേധാവിക്കോ, അല്ലെങ്കിൽ അതാണ് ഞാൻ എടുത്ത് പറയാൻ കാര്യം, ഷെർലക് ഹോംസ് അതോട് സാമ്യം ഉണ്ടെന്ന് പറയാൻ കാര്യം അതാണ്. ഇവരുടെ എല്ലാം തീവിന്റെ പൊതു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലൂകൾ അവശേഷിപ്പിക്കും, ഞങ്ങൾ ക്ലൂകൾ നേരത്തെ തരും. പസിൽസ് ആയിട്ടും സൈഫേഴ്സ് ആയിട്ടും ഞങ്ങൾ ക്ലൂകൾ, അതായത് നമ്മൾ കണ്ടിരിക്കും ഈ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥമുള്ള സംഭവങ്ങളും അങ്ങനത്തെ പല പല ഐറ്റങ്ങൾ. അങ്ങനെ കിട്ടുന്ന ക്ലൂകളിൽ നിന്ന് നിങ്ങൾ വേണേ ആ ഡേറ്റിലെ ഉണ്ടാകുന്ന ഇന്ന കുറ്റകൃത്യത്തിന് ഞങ്ങളെ പിടി. പക്ഷേ പോലീസ് അവിടെ വട്ടം കൂടി ഇതാനും പിടിക്കാൻ പറ്റില്ല. അത് ഈ സ്ക്രിപ്റ്റിന്റെ ഒരു ന്യൂനതയാണ്. കാരണം പല ക്രൈമിനകത്തും ഞാൻ തന്നെ ഓർത്ത് എന്തിനാടാ നിനക്കൊക്കെ തോക്ക് തന്നിരിക്കുന്നത്. നിസ്സാര സംഭവങ്ങൾക്കകത്ത് പോലും ഇങ്ങനെ സ്ലോ മോഷനിൽ ആൾക്കാരെ കയറിട്ട് എറിഞ്ഞു പിടിക്കുന്നതും. അപ്പൊ ഇവന്റെ കയ്യിൽ വലിയ മെഷീൻ ഗൺ ഇരിക്കുക, ATM നിന്ന് പോയ വണ്ടിയെ പിടിക്കാൻ നോക്കുന്നതാണ്. അപ്പൊ അവന്റെ മെഷീൻ ഗൺ ഇരിക്കുക. ഡോറ് തുറന്ന് 2 പോലീസുകാർ ഇറങ്ങി വരുന്ന സമയത്ത് അവരിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു, എന്ത് ചെയ്യണമെന്ന് ഇനി. അപ്പൊ ഉടനെ ഇവര് കയറെറിഞ്ഞ് അവരെ വീഴ്ത്തുന്നു. ആ വീഴിക്കാൻ വേണ്ടി നോക്കിയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിന് മുമ്പ് ഈ കൈക്കും തോക്ക് ഉപയോഗിക്കാനായിട്ട് തന്നിരിക്കുന്നത്. അല്ലെ ഇതിനുള്ള ട്രെയിനിങ് തന്നിട്ടുള്ള ആൾക്കാരല്ലേ, അല്ലാതെ ഇതിന് മടിയുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരാരും തോക്ക് ഉപയോഗിക്കില്ല ഗൈസ്. അവർക്ക് ആർക്കും തോക്ക് ഉപയോഗിക്കാൻ അറിയില്ല. അവരെല്ലാം നോക്കി നിൽക്കും വില്ലന്മാരടിക്കുന്നതും വരെ. ഓക്കെ, തനിക്ക് തോക്ക് തരാം, പക്ഷെ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇല്ല സാർ. പിന്നെ എന്തിനാ സാർ തൂക്കിയിട്ടുണ്ട് നടക്കാനാണോ തോക്ക്? എല്ലാവരും സെക്കൻഡ് ഹാഫ് ഉള്ളതെന്ന് പറഞ്ഞ കാര്യം, അവസാനത്തെ 20 മിനിറ്റിൽ നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ടൈപ്പുള്ള കുറച്ച് ട്വിസ്റ്റുകൾ ഉണ്ടാവും. പക്ഷെ ആ ട്വിസ്റ്റ് താങ്ങാനും വേണ്ടേ നമുക്കൊരു യോഗം. ആ താങ്ങുന്നതിനും വരെയൊക്കെ മമ്മൂട്ടി ഫാൻസ് അല്ലാത്ത ഓരോരുത്തർ പിടിച്ചു നിൽക്കാൻ പാടാം. എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ മമ്മൂട്ടി ഫാനോ മോഹൻലാൽ ഫാനൊന്നും അല്ല. എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസിലാണ്. ബൈക്കുകളും പിന്നെ ഹെൽമെറ്റുകളും അങ്ങനെ കുറെ എലമെന്റുകൾ കയറ്റിയിട്ടുണ്ട്. അതെല്ലാം മമ്മൂട്ടി ഫാൻസ്, റീലുണ്ടാക്കുന്ന മമ്മൂട്ടി ഫാൻസ് സൂചിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അതിന്റെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അതിന്റെ ലുക്കും സ്റ്റൈലും ഒക്കെ തീർച്ചയായിട്ടും മമ്മൂട്ടിക്ക് പറയാനുണ്ട്. ദെൻ ദ റെസ്റ്റ് ഈസ് ഇറ്റ്സ് ജസ്റ്റ് എ മമ്മൂട്ടി ഫിലിം, അത്രേ ഉള്ളൂ. പിന്നെ ആദ്യമേ പുള്ളിയുടെ ഇൻട്രോ കാണിക്കുമ്പോഴും ആ സംഭവമുണ്ട്. പുള്ളിയുടെ ഇതുവരെയുള്ള ക്യാരക്ടേഴ്സ് മുഴുവൻ ഇങ്ങനെ മെർജ് ചെയ്ത്, മറ്റേ കമ്പ്യൂട്ടർ ഗെയിമുകളുടെ ആ സ്റ്റൈലില്ലേ, നിയോൺ ലൈറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ മെർജ് ചെയ്ത്, മെട്രിക്സ് പോലെ പുള്ളിയുടെ ദേഹത്തോട്ട് മെർജ് ചെയ്ത്, അത് നല്ലൊരു എഫക്റ്റ് ആയിരുന്നു, അടിപൊളി എഫക്റ്റ് ആയിരുന്നു, കൊള്ളാമായിരുന്നു. ബാക്കിയൊന്നും എനിക്ക് കഥ ലൂസൻഡ് ആയി പോയതായിട്ട് എനിക്ക് തോന്നിയത്. കഥ ഇച്ചിരി ലൂസായിപ്പോയി, ഇച്ചിരി ടൈറ്റ് ആക്കി, ഇച്ചിരി എഡിറ്റ് ചെയ്ത്. ഈ അനാവശ്യ സ്ലോ മോഷൻ, കുറേ സ്ലോ മോഷൻ ഉണ്ട്, ഒരാവശ്യമില്ലാത്ത സ്ലോ മോഷൻ ഉണ്ട്. ഒരു പോലീസുകാർ ഒരു പ്രതിയെ കുറ്റകൃത്യത്തിന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനെ പേടിപ്പിക്കാൻ വേണ്ടി ഈ ഹെവി ലിഫ്റ്റ് പൊക്കി നിർത്തിയിരിക്കുന്ന കാർ അവന്റെ ദേഹത്തോട്ട് ഇടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവൻ പേടിച്ചിട്ട് അവൻ മറുപടി പറയുമെന്നോർത്തോണ്ടാണ്.
അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ കാർ താഴോട്ട് വരുന്ന സ്ലോ മോഷൻ ആവുന്നേ? അത് വരെ ഉണ്ടാകുന്നുണ്ട് ഇതിനകത്ത്. കാർ സ്ലോ മോഷനിൽ താഴോട്ട് ഇറങ്ങി വരുന്നു, പ്രതി അനങ്ങാതെ കിടന്ന് കാർ താഴോട്ട് വരുന്ന കാണുന്നു, എന്നിട്ട് ഉള്ളിന്റെ ഉള്ളിൽ അവൻ പേടിക്കുന്നു. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എനിക്ക് കോമഡി ആയിട്ട് തോന്നിയത് അതിന്റെ ഒരാവശ്യം, ചുമ്മാ നിന്നിപ്പോൾ താഴോട്ട് വീഴുകയായിരുന്നെങ്കിൽ നമുക്കൊരു ബെഞ്ചി ജമ്പ് പോലൊക്കെ നമ്മൾ ഞെട്ടുന്ന ഒരു എഫക്റ്റ് വന്നേനെ. അതുപോലെ നല്ല സൗണ്ട് ഡിസൈനിങ് അടിപൊളിയാണ്. പക്ഷേ ഈ ജിംഗിൾസ് കാണിക്കുന്നതൊക്കെ എനിക്കൊരു ഈ ഇലക്ട്രോ ട്രാൻസ് മ്യൂസിക്കാണ്. ഗെയിമർമാർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള മ്യൂസിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. അതിങ്ങനെ ഈ കുറച്ച് കഴിയുമ്പോൾ ചെവിക്ക് ചെകിടിക്കുന്ന പോലത്തെ ഒരു സൗണ്ടായിട്ട് ഒരു സെക്കൻഡ് ഹാഫ് ഈ മ്യൂസിക് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിപ്പുണ്ട് പുറകിൽ. ഞാൻ നിങ്ങളുടെ ശത്താന, ഞാൻ നിങ്ങളുടെ അക്കന എന്ന് പറഞ്ഞ ഒരു വേറെ ടൈപ്പിൽ പോകണത്. നമുക്കത് എത്രമാത്രം ദഹിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയണം. എനിവേ, മമ്മൂട്ടി ഫാൻസിന് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് അവൻ്റെ പ്രതികരണത്തിന്, കൂട്ടുകാരൻ്റെ പ്രതികരണത്തിന് മനസ്സിലായി. എനിക്ക് ജസ്റ്റ് വാച്ചബിൾ എന്ന് എനിക്ക് തോന്നിയുള്ളൂ. മോശം, അത് ഭയങ്കര മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വിഷോറും ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. ആൻഡ് ഹി ഡിഡ് സ്റ്റൺസ് ഓൾസോ ഗുഡ്, നോട്ട് ദാറ്റ് ബാഡ്. വേറൊന്നും മമ്മൂട്ടിക്ക് പറയാനില്ല. പിന്നെ അവസാനം കാണിക്കുന്ന ആ കുറ്റവാളികളുടെ കൂട്ടത്തിൽ വെങ്കൊച്ചുണ്ട്, സൂപ്പർ, അതും അടിപൊളിയായിരുന്നു. അല്ല, അപ്പൊ ഇതിലല്ലേ ആറാട്ടണ്ണൻ ഉണ്ടെന്ന് പറഞ്ഞേ? ആറാട്ടണെന്നൊക്കെ വന്നത് കണ്ട് അത് കാര്യമായ കാര്യമൊന്നും. പുള്ളി അവിടെ ഒരു ഇതിനകത്ത് വന്നേച്ചും ഒരു ATM നിന്ന് പൈസ എടുക്കാൻ വേണ്ടി പുള്ളി വരുന്നു ബൈക്കേ വന്ന സമയത്ത് പുള്ളിയാണ് ആ ബാങ്ക് കൊള്ളയടിക്കാൻ വരുന്ന ഓർത്തോണ്ട് പോലീസുകാർ കാത്തിരിക്കുക. അപ്പൊ പുള്ളി വന്ന് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് കറുത്ത ജാക്കറ്റ്, കറുത്ത ബാഗ്, കറുത്ത ഹെൽമെറ്റ്, അങ്ങനെ ഇറങ്ങി വരുന്ന പുള്ളിയാണിത് വരുന്ന ഓർത്തോണ്ട് അവർ ചാടിക്കേറി ബ്ലോക്ക് ചെയ്യുന്നു. വെടിവെക്കാൻ ഹെൽമെറ്റ് വീഴാൻ പറഞ്ഞു, അവൻ ഹെൽമെറ്റ് വീഴുന്നു. എന്നിട്ട് യന്ത്രം വിട്ട് അങ്ങോട്ട് ഇട്ട് നോക്കുന്നു, കഴിഞ്ഞ്. അടുത്ത സീനകത്ത് പറഞ്ഞു ആ പോങ്ങനെ പറഞ്ഞു വിട്ടേക്ക് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ആറാട്ടണ്ണൻ ഇതിലെ റിവ്യൂ പറയാൻ വിയർക്കുമല്ലോ. ആറാട്ടണം പാടുപെടും ഈ പടത്തിന്റെ റിവ്യൂ പറയാൻ. പുള്ളിയെ പോങ്ങൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ പടവും കയ്യെന്ന് പോയില്ലേ?